ഹലോ മച്ചന്മാരെ, നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റും വരക്കുന്ന മെഷീൻ തന്നെയാണ്. ബട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ വരച്ചത് പൂക്കളാണ്, ബട്ട് ഈ വീഡിയോ നമ്മൾ വരക്കാൻ പോകുന്നത് ഓരോ ആൾക്കാരെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് കാര്യമായിട്ട് നമ്മൾ മെഷീൻ്റെ വർക്കിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല, ബട്ട് ഈ വീഡിയോ നമ്മളത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടെക് കണ്ടന്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. സോ ഫ്രണ്ട്സ്, നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ വരക്കാൻ പോകുന്നത് യങ് സൂപ്പർ സ്റ്റാർ ടോവിനോ തോമസിനെയാണ്. പുള്ളിയുടെ ഈ ഒരു പിക്കാണ് നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മെഷീൻ എപ്പോഴും 𝐺 കോഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഫോർമാറ്റിൽ നമ്മൾ ഇമേജ് റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇമേജ് വരച്ചു തുടങ്ങിയാലോ? ഓ ഫ്രണ്ട്സ്, 90% സിമിലാരിറ്റി വന്നിട്ടുണ്ട് ഒറിജിനൽ ഇമേജുമായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഡ്രോയിങ് പാരാമീറ്റേഴ്സ് കുറച്ചുകൂടി മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തലയായ മഹേന്ദ്ര സിംഗ് ധോണിനെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓ ഫ്രണ്ട്സ്, ഈ കൊടുത്ത ഇമേജിനെ മെഷീൻ ഡിക്റ്റോ ആയിട്ട് വരച്ച് നമുക്ക് തന്നിട്ടുണ്ട്. പാരാമീറ്റേഴ്സ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്തുകൊണ്ടാണ് ഇത്ര ആക്യുറേറ്റ് ആയിട്ട് ഇമേജ് വരച്ച് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല, നമ്മളിപ്പം വരച്ച രണ്ട് പിക്കിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളും ട്രയാങ്കുലർ വേവാണ്. ഈ വേവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ഓരോ ഫിഗറും ആക്ച്വലി മെഷീൻ ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് ഡ്രോയിങ് ആണ്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ട്രൈ ചെയ്യാം. അതിനുവേണ്ടി മെഷീൻ്റെ ഒരു ഫിഗർ എടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് വരച്ചു നോക്കാം. ഇതിനെ ലൈൻ ഷെയ്ഡിങ് എന്നാണ് ആക്ച്വലി പറയുന്നത്. ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയതുകൊണ്ട് വളരെ ചെറിയ സൈസിലാണ് വരക്കാൻ സെറ്റാക്കിയത്. ഓ ഫ്രണ്ട്സ്, മെസ്സിനെ നമ്മുടെ മെഷീൻ കൂളായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അധികം വരക്കുന്ന കാണിക്കുന്നില്ല, വരച്ചത് കുറച്ച് കാണിച്ചു തരാം. സോ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കിയാൽ. ഇനി XY ആക്സിസിൻ്റെ കമ്പൈൻഡ് മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് ഈ മെഷീൻ ആക്ച്വലി ചിത്രം വരയ്ക്കുന്നത്. പെന്നിനെ മുകളിലേക്കും താഴേക്കും ആക്കാൻ ആണ് ഈ ഒരു മെക്കാനിസം യൂസ് ചെയ്യുന്നത്. ആ കാണുന്ന സ്ക്രൂ ലൂസാക്കിയാൽ പെൻ ഈസി ആയിട്ട് മാറ്റാവുന്നതാണ്. ഈ ഒരു നീമ 17 സ്റ്റെപ്പർ മോട്ടർ വെച്ചിട്ടാണ് X ആക്സിലെ മൂവ്മെൻറ്റ് നടത്തുന്നത്. Y ആക്സിലെ മൂവ്മെൻറ്റ് ഈ സ്റ്റെപ്പർ വെച്ചിട്ടും. ഈ രണ്ട് മോട്ടറും കണക്ട് ചെയ്തിട്ടുള്ളത് ഓഡിനോയുടെ മുകളിൽ ഇറക്കി വെച്ചിട്ടുള്ള CNC ഷീൽഡിലേക്കാണ്. ഇതിന് നമ്മൾ മൊത്തമായിട്ട് 12 വോൾട്ട് 5 ആംപിയർ പവർ സപ്ലൈയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബോർഡിലേക്ക് ഗർബൽ ഫേംവെയർ അപ്ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് 𝐺 കോഡ് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ഇമേജ് വരക്കണമെങ്കിൽ ഈ 𝐺 കോഡ് കൊടുക്കണം. അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ക്സ്കേപ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്രോയിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ചില്ലി പേപ്പർ എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പർ മോട്ടറിനെ കമ്പിയൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഫ്രെയിമൊക്കെ ഫുള്ളി 3D പ്രിൻ്റഡ് ആണ്. ഫ്യൂഷൻ 3Dയിലാണ് മൊത്തം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബിൽഡിംഗ് അപ്പോൾ ഞാൻ ഒരു 4x സ്പീഡ് കാണിക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ അത് റെഫർ ചെയ്യാം. എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം.
ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടെക് കണ്ടന്റ്സുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. സോ ബൈ.